ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത് മടുത്ത് ഗൈസ്. ഇത് ലാസ്റ്റ് റൗണ്ട് ഓഫ് പർച്ചേസ് ഫോർ അവർ ബേബി ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നാളിന് ശേഷം ഒരു ഷോപ്പിങ്ങിന് പോകാം. ബാക്കി പർച്ചേസിൽ ഓൺലൈനായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ട് റെഡി ആയിട്ട് ഇറങ്ങി. എനിക്ക് മാമ വാങ്ങി തന്നെ ഉടുപ്പാണ് ഗൈസ്. ഹൗസ് ഇറ്റ് ലോഹപ്പൊലിയില്ലേ, രണ്ട് ബൈക്കിൽ കാണാം. എൻ്റെ ഒരു വള്ളിയും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അതിട്ടിട്ട് ചാക്ക് കെട്ടി വെച്ചേക്കുന്നതിൻ്റെ കൂട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിട്ടില്ല. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ്. നല്ലൊരു പ്ലസൻറ്റ് ഡേ ആയിരുന്നു ഗൈസ്. നല്ല ക്ലൈമറ്റും ഒക്കെ ആയിരുന്നു. പുറകെ ഒരാൾ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് സ്ട്രീറ്റിലൂടെ നടക്കുമായിരുന്നു. അത് നമ്മൾ കുറച്ച് കടകളിലൊക്കെ കയറി. ആദ്യം കുഞ്ഞിനുള്ള സാധനങ്ങളുടെ ഒരു കടയിൽ കയറി. അത് കഴിഞ്ഞിട്ട് പ്രൈമാർക്കിൽ പോയി എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാം. പക്ഷെ അവിടെ നിന്നപ്പോൾ എനിക്ക് ദേഹം വല്ലാണ്ട് വന്നു. ഷുഗർ ഡൗൺ ആയതായിരിക്കണം. പെട്ടെന്ന് ഞങ്ങൾ മെഗ്ഡിയിൽ പോയിട്ട് എനിക്ക് അടിമുടിയനെ വിയർത്തപ്പം എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചിട്ട് ഒരു റാപ്പും ചീസ് ബർഗറും സ്നിക്കേഴ്സും ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരാശ്വാസമായ ഒരു വീട് വീണ്. എനിക്ക് വാങ്ങി തന്നിട്ടാണ് രാവിലെ കഴിക്കാനുള്ള വാങ്ങാൻ പോയത് തന്നെ. ഞാനെനിക്ക് ആക്രാന്തം പിടിച്ചാണ് തിന്നുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് എനിക്ക് എന്തോ പോലെ ദേഹം വല്ലാണ്ടായിപ്പോയി. പിന്നെ മാമന് 2 വീഡിയോയിൽ കാണാത്തതിൽ മാമൻ്റെ ഫാൻസ് അസ്വസ്ഥരാണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. തോന്നിക്കുന്നത് നിങ്ങളുടെ രാഹുൽ. പിന്നെ അത്രയും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കിളി തിരിച്ചു വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റായിട്ട് ഞാൻ ബോഡി കെയറിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി. ബൂട്ട്സിൽ പോയിട്ട് കുഞ്ഞിനുള്ള ഫോർമുല മിൽക്ക് വാങ്ങി. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ കാവടി തുള്ളി ഇറങ്ങിപ്പോയി ഞങ്ങൾ. എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്ത് തീർക്കാണ്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. ആദ്യമായിട്ടാണ് എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ ദേഹം വല്ലാണ്ട് വരുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അധികം കറങ്ങാനൊന്നും ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ക്ഷീണിതയായിട്ട് ഞങ്ങൾ രണ്ടുപേരും തിരിച്ച് വീട്ടിൽ പോയി ഗൈസ്.